റോജേട്ടാ, ഈ പ്രാർത്ഥനകളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിലുണ്ട്. അപ്പോൾ അവരൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, അവർ വീട്ടിൽ അവർ വന്നിട്ട് പ്രാർത്ഥിക്കാൻ നേരത്ത് അവർക്ക് ഗാഢമായ തലവേദന എടുക്കുക, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ശ്വാസതടസ്സം ഉണ്ടാവുക. ഇത്തരം കാര്യങ്ങൾ കോമൺ ആയിട്ട് ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തായിരിക്കും അതിൻ്റെ കാരണം? നല്ല ക്വസ്റ്റ്യനാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ നമ്മുടെ സ്പിരിച്വൽ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കോ അതല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ആളുകളോ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ചോദ്യമാണത്. എന്തുകൊണ്ട് സ്പിരിച്വലായിട്ട് ഞാൻ നിന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് നെഗറ്റീവായ ഇഷ്യൂ സംഭവിക്കുന്നു? നെഗറ്റീവായ ഇഷ്യൂ സംഭവിക്കുക പറഞ്ഞാൽ എന്തുകൊണ്ടാണ് തലവേദന പോലെയുള്ള തലവേദന, ഭയങ്കര ക്ഷീണം, ഭയങ്കര തളർച്ച, ഒരു താല്പര്യമില്ലായ്മ, മെഡിറ്റേഷൻ ഇരിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ജപം ജപിക്കാൻ പറ്റുന്നില്ല, സഹസ്രനാമം ജപിക്കാൻ പറ്റുന്നില്ല, ഇതൊന്നും അല്ലെങ്കിൽ പഴയ അനുഭവങ്ങളില്ല, ഇതെല്ലാം ഒറ്റ കാറ്റഗറി പെടുന്ന കാര്യങ്ങളാണ്. തലവേദനയുടെ കാര്യം മാത്രം നമുക്ക് എടുക്കാം. നമ്മൾ സ്പിരിച്വലാണ്, അക്സെപ്റ്റ് ചെയ്യുന്നു, ശരി. നമ്മൾ മെഡിറ്റേഷനും നമ്മൾ ലളിത സഹസ്രനാമവും നമ്മൾ ജപങ്ങളും മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നതാണ്, നമ്മൾ സ്പിരിച്വലാണ്. നമ്മുടെ വീട്ടിലുള്ള ആളുകൾ സ്പിരിച്വൽ അല്ല. നമ്മുടെ എനർജി എന്ന് പറയുന്നത് ആ വീട്ടിലൊരു 4 പേരുണ്ടെന്നത്, 4 പേര് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 25% വെച്ച് നമ്മൾ തിരിക്കേണ്ടി വരും. ആകെ 25%ലാണ് നമ്മൾ നിൽക്കുന്നത്. ബാക്കി 75% പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കാൻ ചിലപ്പോൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വൃത്തികെട്ട ആളുകളാണെന്നല്ല പറയുന്നത്, അവരുടെ എനർജിയിൽ വേരിയേഷൻ എന്തെങ്കിലും ഡിഫറൻ്റ് ആണ്. പോസിറ്റീവ്, നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതും നമ്മൾ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതും വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ ചിന്തിക്കുക ഇത് പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ്, അല്ല. നമ്മുടെ ഏറ്റവും വലിയ തെറ്റാരണയിൽ ഒന്നാണ് നമ്മൾ ഈശ്വരനെ വിളിക്കുന്നതും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ നെഗറ്റീവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കണം അതെന്താണ്. പോസിറ്റീവ് ആവുക എന്ന് പറയുന്നത് നെഗറ്റീവ് ആവാതിരിക്കുന്നതാണെന്ന് പോസിറ്റീവ് ആവുന്നത്, അല്ലേ? പോസിറ്റീവ് ആവുക എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല ശരിക്കും. നമ്മൾ നെഗറ്റീവ് ആവാതിരുന്നാൽ മതി, അപ്പോൾ നമ്മൾ പോസിറ്റീവാണ്, അല്ലേ? നമ്മുടെ ഉള്ളിലെ വൃത്തികേടുകളും നമ്മുടെ ഉള്ളിലെ മിസ്റ്റേക്കുകളും വരാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. അപ്പം നമ്മളിവിടെ ചിന്തിക്കുന്നത് എന്താ, ഞാൻ പോസിറ്റീവായിട്ടിരിക്കണം. ഈ പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല ഈ ലോകത്ത്. അപ്പം നമ്മുടെ നെഗറ്റിവിറ്റിനെ തടയാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥനകളും നമ്മൾ ഈ ജപങ്ങളും മന്ത്രങ്ങളൊക്കെ നമ്മൾ ജപിച്ച് പോകുന്നത്. അങ്ങനെ പറ്റുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ എനർജി ക്രിയേറ്റഡായി, നമ്മുടെ സെല്ലുകളിലോട്ട് എനർജി പാസ്സായി, നമ്മുടെ ന്യൂറോൺസ് ആക്ടിവേറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ന്യൂറോൺസ് ആക്ടിവേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, സ്പിരിച്വൽ ആയിട്ടുള്ള എനർജിയിൽ നമ്മൾ പ്രാണോർജ്ജത്തിൽ ഇത് ആക്ടിവേറ്റ് ആവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിങ് ഭയങ്കര കൂടുതലായിരിക്കും. ചുറ്റുമുള്ള കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ തുടങ്ങും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഈ എനർജികളെ, ആത്മാക്കളുടെ സാന്നിധ്യത്തിൽ നെഗറ്റീവ് എനർജികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബോഡിയിലോട്ട് അട്രാക്റ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയായിട്ട് മാറും. കൂടുതലും നമ്മുടെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ നെറ്റിയുടെ മധ്യഭാഗത്തായിട്ടായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇത് ഓപ്പണാണ്. ആക്ച്വലി സ്പിരിച്വലായ ആളുകളുടെ നെറ്റിയുടെ മധ്യഭാഗത്തുള്ള ഈ എനർജി പോയിൻ്റ് ഓപ്പണാണ്. വരുന്നതും പോകുന്നതും എല്ലാം ഇതിലൂടെയാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ജസ്റ്റ് അതിൽ പോയിന്റിൽ ചെന്ന് നിൽക്കുന്ന സമയത്തോ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്തോ ഈ എനർജി അമിതമായിട്ട് കടന്നു വരുന്ന സമയത്ത്, ഈ പറയുന്ന നെഗറ്റീവ് ഊർജ്ജം കടന്നു വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് ഭയങ്കര കൺഫ്യൂഷൻ അടിക്കാൻ തുടങ്ങും. ഇത് ഭയങ്കര ഹീറ്റാവാൻ തുടങ്ങും, പ്രവർത്തിക്കാൻ തുടങ്ങും, പ്രവർത്തനത്തിൻ്റെ അളവ് കൂടും. ഇത് നമുക്ക് മനസ്സിലാവില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പുറത്തുള്ള സിഗ്നൽസിനെ, അതായത് പുറത്ത് നിന്ന് വരുന്ന സിഗ്നൽസിനെ സ്വീകരിച്ച് പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ബ്രെയിനുണ്ട്, തലച്ചോറിനുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. മൊബൈൽ ഫോൺ എടുത്തിട്ട് ഗൂഗിളിനോടോ ജെമിനിയോടോ ആരോടെങ്കിലും ചോദിക്കണം, പുറത്ത് നിന്ന് വരുന്ന സിഗ്നൽസിനെ സ്വീകരിക്കാൻ ബ്രെയിന് സാധിക്കുമോ എന്ന്. സാധിക്കും. അങ്ങനെയെങ്കിൽ പുറത്ത് നിന്ന് വരുന്ന സിഗ്നൽസ് എന്താണെന്ന് നമുക്കറിയാമോ? എനർജി എന്താണെന്ന് നമുക്കറിയാമോ? നമുക്കറിയില്ല. നമ്മുടെ ശരീരത്തിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഇതേ എനർജി, ഇതേ വേവുകൾ തന്നെ പുറത്തു നിന്നും നമ്മുടെ ബ്രെയിനെ ബാധിക്കുന്നുണ്ട്. പുറത്തു നിന്ന് വരുന്നതും ഒരു നെഗറ്റീവായ ഊർജ്ജത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ അനുഭവ തലങ്ങൾ, നമ്മുടെ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് ആവാൻ തുടങ്ങും. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ഊർജ്ജത്തെ നമ്മൾ സ്ട്രോങ് ആക്കുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലുള്ള അറ്റാക്കിംഗ് ആണ് നമുക്ക് വരുന്നത്. ഒന്ന് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി, ഒന്ന് പുറത്ത് നിന്ന് വരുന്ന നെഗറ്റിവിറ്റി. നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിനെ റിലീസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ഉള്ളിലിപ്പോൾ ബ്ലാക്ക് മാജിക് ആവട്ടെ, നമുക്കെതിരെ ചെയ്ത കർമ്മമാവട്ടെ, എന്തൊരു കാര്യമാവട്ടെ, നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി നമുക്ക് റിലീസ് ചെയ്യുക എന്ന് പറയുന്നത്, റിലീസ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ശരിക്കും ഇല്ല. അത് വേണം ആദ്യം മനസ്സിലാക്കാൻ. നമ്മൾ ഒരു കാര്യത്തെ സൈഡിലൂടെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ മറ്റൊരു കാര്യം ചെറുതാവും. ഇങ്ങനെയാണ് ഈ ലോകത്ത് ഒരു കാര്യത്തെ ചെറുതാക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരു കാര്യം ഇവിടെ ചെറുതാവാൻ പറ്റില്ല. ഇവിടെ ചെറുതും വലുതും എന്നുള്ളൊരു കാര്യമേ ഇല്ല ലോകത്ത്. ഒരു കാര്യത്തിൻ്റെ ഒരു നെഗറ്റീവായൊരു കാര്യം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രോസസ്സ് പോസിറ്റീവായ ഊർജ്ജത്തെ, പ്രാണോർജ്ജത്തെ സൈഡിലൂടെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് കൂടുന്ന സമയത്ത് എന്ത് പറ്റും? ഇത് ചെറുതായി പോകും.
ഇത് കൂടുന്നില്ലെങ്കിൽ ഇത് വലുതായിട്ട് തന്നെ നിൽക്കും. ഇതിൻ്റെ എഫക്റ്റ് നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മളെ മരണത്തിലോട്ട് വരെ എത്തിക്കാം, അപകടത്തിലോട്ട് വരെ എത്തിക്കാം. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ഇത് അവിടെ തന്നെ നിൽക്കും, പക്ഷേ ഇത് കൂടും എന്ന് പറഞ്ഞാൽ സ്പിരിച്വലായിട്ടുള്ള പ്രോസസ്സിൽ കൂട്ടുക. ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴാണ് നമുക്ക് ഈ അവസ്ഥയിലോട്ട് മാറുന്നത്. അപ്പോൾ പുറത്ത് നിന്ന് വരുന്ന സിഗ്നൽസിനെ നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് എന്ന് വേണം നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ. ഈ സിഗ്നൽസിനെ കട്ട് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിന് നിങ്ങൾ ഗുളിക കഴിക്കുന്നത് പോലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്തു, ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചു, ഒരു 5 മിനിറ്റ് അമ്പലത്തിൽ പോയി, ഇതൊന്നും നടക്കില്ല. നിങ്ങൾക്ക് നെഗറ്റീവായ ഇഷ്യൂ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് മാനസികമായി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന 90% കാര്യം ഒരു ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും. ആ 90% ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിർത്തിയിട്ട് സ്പിരിച്വലായ കാര്യത്തിലോട്ട് നിങ്ങൾ തിരിഞ്ഞോ, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. ഞാനിവിടെ പണം മുടക്കുന്ന കാര്യങ്ങളും പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളോടൊരു പൂജകൾ ചെയ്യാനോ അമ്പലത്തിൽ പോകാനോ പള്ളി പോയി പ്രാർത്ഥിക്കണോ ഒന്നുമല്ലല്ലോ ഞാൻ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 90% നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി നിർത്തുക. മൊബൈൽ ഫോൺ ആവാം, സെക്ഷുവാലിറ്റി ആവാം, അതിപ്പം നമ്മൾ വേറെ എന്തെങ്കിലും നെഗറ്റീവായ കാര്യങ്ങളാവാം, എന്ത് വേണമെങ്കിലും ആവാം. ഈ ജോലി ചെയ്തോ, ജോലിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. അല്ലാത്ത കാര്യങ്ങളെല്ലാം നിർത്തിയിട്ട് സ്പിരിച്വൽ പ്രോസസ്സിലോട്ട് തിരിയുക. നിങ്ങളുടെ സമയം കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്യുക. നിങ്ങളെ മനസ്സിലാക്കുക എന്താണ് സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ വൃത്തികേടുകളും നമ്മുടെ ഉള്ളിലെ മിസ്റ്റേക്കുകളും നമ്മൾ കളയുന്ന സമയവും നമ്മുടെ ലൈഫിൽ നമ്മൾ രക്ഷപ്പെടാത്തതിൻ്റെ കാരണവും നമ്മുടെ മിസ്റ്റേക്കുകളും എല്ലാത്തിനെയും കണ്ടെത്തുന്നതാണ് സ്പിരിച്വാലിറ്റി. അതല്ലാതെ ഇവിടെ നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടോ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ടോ ആ പുള്ളിക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒന്നും വേണ്ട. നിങ്ങളതൊക്കെ ആദ്യം മാറ്റി നിർത്തും. 2ാമത്തെ 3ാമത്തെ പോയിന്റിൽ നമുക്ക് ദൈവത്തെ വിളിക്കാം. ആദ്യം നിൻ്റെ ഉള്ളിൽ വൃത്തികേട് എന്താണെന്ന് ആദ്യം ഫസ്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ മനുഷ്യനായിട്ട് ജനിക്കുന്ന എല്ലാവർക്കും, ഇൻക്ലൂഡിങ് എനിക്ക് ഉൾപ്പെടെ, ഈ വൃത്തികേടുകളെയും മിസ്റ്റേക്കുകളെയും മാറ്റാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ നമ്മൾ, അതല്ലാതെ ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല നമുക്കാർക്കും. ഇത് മാക്സിമം നമ്മൾ പരിശ്രമിച്ച് ഇതിനെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ തലവേദനയുടെ കാര്യം ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ തലവേദന വരുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ സ്പിരിച്വലാണ്, 2 സ്പിരിച്വൽ പ്രോസസ്സ് കൂട്ടാനാണ് അതിൻ്റെ സിഗ്നൽസ് വരുന്നത്. സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടുക. എന്നിട്ട് കൂട്ടിക്കഴിയുമ്പോൾ പതുക്കെ ഇതിൻ്റെ ഡെപ്ത് കുറയാൻ തുടങ്ങും. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ചില ആളുകളുടെ അടുത്തോ ചില സ്ഥലങ്ങളിൽ പോയി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേ സാധനം അനുഭവപ്പെടും. അതിൻ്റെ അർത്ഥം സിഗ്നൽസ് പാസ്സാവുന്നുണ്ടെന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നിന്ന് മറ്റൊരു എനർജി നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലോട്ട് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഒന്നെങ്കിൽ ഓം നമഃ ശിവായ വളരെ പതുക്കെ കണ്ണുകൾ തുറന്നു വെച്ചിട്ട് ഓം നമഃ ശിവായ ജപിച്ചിട്ട്, അതിങ്ങനെ ഓം ജപിച്ചിട്ട് ഈ വൈബ്രേഷൻ കൊടുത്ത് നമ്മുടെ ബ്രെയിനിലോട്ട് പതുക്കെ സ്റ്റിമുലേഷൻ കൊടുക്കാം. ബ്രെയിന് ഈ ഓം എന്ന് പറയുന്ന നാദത്തിൽ പതുക്കെ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ആളുകൾ കേൾക്കുകയല്ല ഞാനീ പറയുന്നത്, നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഈ സാധനം ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ ഓം നമഃ ശിവായ എന്നല്ല പറയേണ്ടത്, വളരെ പതുക്കെ ഇങ്ങനെ ഓം, ഇത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ മൂളി കൊടുത്താൽ മതി സാധനം. ഇതെന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാദം നമ്മുടെ ന്യൂറോൺസിനെ എന്ത് സാധനമാണ് വരുന്നത് അതിനെ കട്ട് ചെയ്യും. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. അപ്പോൾ ഇത്തരം പ്രോസസ്സുകൾ ചെയ്യുക. ഇനി കൂടിയ അളവിൽ ചില സമയങ്ങളിലും നിരന്തരമായിട്ട് ഇത് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. ആ സമയത്ത് മാത്രം നിങ്ങൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലും സപ്പോർട്ട് എടുക്കുകയോ അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന് സമയം കൂട്ടുക. എത്ര സമയമാണോ നിങ്ങൾ നിങ്ങളുടെ ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നത് അത്രത്തോളം നിങ്ങൾക്ക് ഫലവും എഫിഷ്യൻസിയും നിങ്ങൾക്ക് കിട്ടും.